ഞാൻ പറഞ്ഞു ഈ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അതാണ് പെട്ടെന്ന് എത്തും. ഇത് സ്ഥലം ഒന്നും അറിയില്ല. വരുന്ന വഴിക്ക് ഒരു നല്ലൊരു ഹലോ ഗൈസ്, നമ്മൾ സ്കോട്ട്ലാൻഡ് പോവാണ്. സ്കോട്ട്ലാൻഡ് മീൻസ് ഇവിടെ കുറച്ചേ ഉള്ളൂ, കുറച്ചെൻ്റെ സെൻസ് ഒരു 4.5 hours ഉള്ളൂ. പക്ഷെ ഞാൻ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ സ്കോട്ട്ലാൻഡ് പോകുന്നത് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സ് വരുന്നത് ഒരാൾ അർലൻറ്റനും ഒരാൾ ഇവിടെ വെയിൽസിലുമാണ്. അപ്പം ഞങ്ങൾ ആഫ്റ്റർ 1 year ആണ് കാണാൻ പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് എത്തും. ഞാൻ ഓൾമോസ്റ്റ് ഒരു 1:15 ആകുമ്പോൾ എത്തും. എൻ്റെ ഫ്ലൈറ്റ് 11:50 1:15 ആകുമ്പോൾ എത്തും. അവർ ഒരാൾ 5:30, ഒരാൾ 10:30 ആ ഒരു ടൈമിലാണ് എത്തുന്നത്. ലെറ്റ്സ് ഗോ. എൻ്റെ ഫ്ലൈറ്റ് 11:50 ആയിരുന്നു. യൂഷ്വലി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഇറങ്ങുന്ന ടൈം എന്ന് പറയുന്നത് 8 o'clock ആണ്. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞിട്ട് ഒരു 1 hour മുമ്പേ ഓൾമോസ്റ്റ് ഒരു 7 ഇറങ്ങി. റൂമിലെത്തി ഒരു 7:30 7:50 ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ ഇറങ്ങി എയർപോർട്ടിലോട്ട്. അപ്പോൾ എനിക്ക് അറിയാത്ത എയർപോർട്ടായതുകൊണ്ട് ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. പക്ഷേ എന്തോ ഞാൻ അവിടെ നേരത്തെ എത്തി. ഈവൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ ക്ഷീണത്തിനും ഭയങ്കര ഉറക്ക ക്ഷീണമായിരുന്നു. കുറേ ഞാൻ അവിടെ നിന്ന് പോസ്റ്റായിട്ട് കുറേ ഇരുന്നു. പിന്നെ ഫൈനലി ഫ്ലൈറ്റിലൊക്കെ കയറി. പിന്നെ അവിടെയും കുറച്ച് നേരം ഇരുന്നു. അതൊക്കെയാണ് നിങ്ങളീ കാണുന്നത്. അതിലും വലിയ കോമഡി, ഞാൻ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വീണ്ടും കുറേ ടൈം പോസ്റ്റ് ആയിരിക്കും. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സ് വരുന്നു പറഞ്ഞില്ലേ, അതിലൊരാളുടേത് നൈറ്റ് 10:30 വേറൊരാളുടേത് ഈവനിങ് 5 o'clock അവർ ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 o'clock എത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും ടൈം ഭയങ്കര പോസ്റ്റ് അടിച്ച് അവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കുറച്ച് ഇറങ്ങി ഒരു പെർഫ്യൂമൊക്കെ വാങ്ങി ഫൈനലി നമ്മൾ എഡിൻബറ എയർപോർട്ടിൽ ഇറങ്ങി. ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കുറച്ച് നേരം. കുറേ ഞാൻ ഉള്ളിൽ കിടന്ന് ഉറങ്ങി. പിന്നെ ഞാൻ കുറച്ച് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്തിറങ്ങി നിന്നു. വരുന്നതാണ് സിനിമ. ഹലോ ഗൈസ്, നമ്മള് കാർ റെന്റ് എടുക്കാൻ പോവാണ്. ബസ്സൊക്കെ കയറി പോകണം റെന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെ ഒരാളെ കിട്ടി. അടുത്ത ആൾ 10 o'clock 10:30 ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജും ഇല്ല. അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. സോ നാളെ കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ എവിടെ പല്ലൊക്കെ തേച്ചാ അവിടെ പോയി പല്ലേക്ക്. നമ്മളിപ്പോൾ സ്കോട്ട്ലൻഡിലാണുള്ളത്. 6:30 ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് 8 മണിയായി. ഇനിയിപ്പോൾ ഇറങ്ങി ഒരുങ്ങി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് Airbnb നമ്മൾ ബുക്ക് ചെയ്ത് റൂം കാണിച്ചു തരാം. പിന്നെ വേറെ ഒന്നും കാണിച്ചു തരാനില്ല. ഓക്കെ. ഇവിടെ നിന്ന് പ്രസംഗം പറയുന്നുണ്ട്. ഇത് വേറൊരാള് ഇവിടെ അല്ല വാരി വലിച്ചിട്ട് എന്നാ കൃഷ്ണ. ഞാൻ ഒതുക്കി വെച്ചിക്ക്. ഇതൊക്കെ എന്നാ ഇതാണ് നമ്മള് പുറത്തോട്ടുള്ള വ്യൂ. ഇതാണ് നമ്മള് കാറ്. അവിടെ വല്ല സാധനം ഉണ്ട് തന്നെ. ഇവിടുന്ന് ഇങ്ങനെ കയറി വന്നിട്ട് ഈ കേണിലാണ് നമ്മളെ റൂം. നമ്മളിപ്പം ഇത് ഞാൻ ചുമ്മാ ഓപ്പൺ ചെയ്യാം. കയറി വരുമ്പം തന്നെ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഏരിയ ആണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് മെസ്സാക്കിയിട്ടുണ്ട്. ഇഗ്നോർ ദ മെസ്. ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഒരു ഷെൽഫ് ലൈറ്റ്, അവരുടെ എന്തുവാ ഹെയർ ഡ്രയേഴ്സ്, പിന്നെ നമ്മളെ ഈ മോപ്പ്, ഫാൻ, അയൺ ബോക്സ്, പിന്നെ അയൺ ടേബിൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഹാങ്ങേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ആ ബെഡ്റൂം. ഇവിടെയാണ് നമ്മൾ ഇന്നലെ ഉറങ്ങിയത്. ഇതിപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇത് വാരി വലിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ വൺ. തന്നെ കേരളയിൽ നിന്ന് നിർത്താൻ വല്ലതും ഉണ്ടോന്ന്. ഇത് നമ്മളെ ബാത്റൂം നമുക്ക് കാണിക്കണ്ട. പിന്നെ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഹിയർ. അയ്യോ, ഡ്രസ്സൊക്കെ ഞാൻ ഇവിടെ വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എനിവേ
ഇതാണ് നമ്മളെ കിച്ചൺ കം ലിവിങ് റൂം എന്ന് പറയുന്നത്. നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിക്കൊന്നുമില്ല. ഒന്നും ഉണ്ടാക്കാനില്ല നമ്മുടെ അടുത്ത്. ഇന്നലെ വാങ്ങിയ ഫുഡുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിക്കണം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് എഡിൻബ്ര എയർപോർട്ടിൽ നിന്നൊരു 20 മിനിറ്റ്സ് ഇല്ല, 20 ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. ഇതാണ് നമ്മളെ റൂമിന്. സോ അത്രേ ഉള്ളൂ റൂം. ഇനി ഒരുങ്ങുന്നത് ജസ്റ്റ് വീഡിയോ എടുക്കാം, പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി ഒരുങ്ങിയിട്ട് ഇന്ന് നമ്മൾ ഹാരി പോട്ടറിൻ്റെ ട്രെയിൻ കാണാൻ പോകണം. പിന്നെ ഗ്ലെൻഷോർ എനിക്കറിയില്ല അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന്, അത് കാണാൻ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരുങ്ങിയിട്ട് കാണാം. ബൈ. മീറ്റ് കൃഷ്ണ. സന്ന നീ ഇങ്ങോട്ട് നോക്കൂ. ഇത് സൊന്ന, നിന്നെ ആർക്കും ഇത് സന്ന നിനക്ക് ഞാൻ വേറൊരു പ്രത്യേക എൻട്രി തരും. ഇവക്ക് വേറൊരു പ്രത്യേക എൻട്രി ഉണ്ട്. ഓക്കെ, ഇത് ഇത് മോയ്സ്ചറൈസർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൃഷ്ണ കേട്ടോ, പഠിപ്പിച്ചെടുക്ക. തീർന്ന മോയ്സ്ചറൈസർ ചെറിയൊരു ട്രാവൽ ഇതിലാക്കി കൊണ്ടുവന്നിക്കാം. ഞങ്ങൾ പണ്ട് മുതലേ ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് വെറുതെ ചിരിക്കും. ചിലപ്പോൾ അത് കേൾക്കുന്നവർക്ക് വലിയ കോമഡി ആയിട്ടൊന്നും തോന്നത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം മതി ചിരിക്കാൻ. അപ്പോൾ പിന്നെ ഞങ്ങൾ കണ്ടിന്യൂസ്ലി ചിരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ചെയ്യുന്നത് എന്തും പൊട്ടത്തരായി പോകും. ചിലപ്പം കേൾക്കുമ്പം ഇതിൽ ഇത്ര എന്താ ചിരിക്കാനുള്ളതെന്നൊക്കെ പലർക്കും തോന്നിയേക്കും. പക്ഷേ ഞങ്ങൾ പണ്ട് കോളേജ് പഠിക്കുമ്പോൾ മുതലുള്ള ബന്ധം, ലൈക്ക് 2015 സ്റ്റാർട്ട് ചെയ്തതാണ് ഞങ്ങൾ നഴ്സിംഗ് പഠിക്കാൻ പോയപ്പോൾ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും പ്രിൻസിപ്പളൊക്കെ ഓഫീസ് റൂമിലൊക്കെ വിളിച്ച് പറഞ്ഞ് ചീത്ത പറയുന്ന സമയത്തും ഞാനും ഈ സ്വന്നും ഞങ്ങൾ പരസ്പരം മുഖത്ത് നോക്കി ചിരിക്കും. ഈവൻ സീനിയേഴ്സ് എന്തെങ്കിലും പറയുമ്പോൾ ഞങ്ങൾക്ക് ചിരി വരും, ഞങ്ങൾ ചിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് നിന്നൊക്കെ ഒരുപാട് വഴക്ക് കേൾക്കും, പ്രിൻസിപ്പൽ മാമിൻ്റെ അടുത്ത് നിന്നൊക്കെ ഒരുപാട് വഴക്ക് കേൾക്കും. ഈ കൃഷ്ണ എന്ന് പറയുന്നത് എല്ലാത്തിനും നൈസായിട്ട് എല്ലാം ഒപ്പിച്ച് വെക്കാനുണ്ടാവും, പക്ഷെ നൈസായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സ്കൂട്ടാവും. അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ കാണിച്ചു കൂട്ടാത്ത ഒരു ഉടായ്പൂല്ല. ഞങ്ങൾക്ക് 2 വീക്ക് സസ്പെൻഷൻ വരെ കിട്ടിയിട്ടുണ്ട്. കോളേജിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടുത്തൊന്നും തീരത്തില്ല, അത്രയ്ക്ക് കാര്യങ്ങളുണ്ട്. സോ ബാക്ക് ടു വീഡിയോ. കണ്ട എന്തെല്ലോ എടുത്തിട്ട് അവളുടെ കയ്യിലുള്ളത് എൻ്റെ കയ്യിലുള്ള എടുത്തിട്ട് ഫേസ് ഒരു പരിപാടി. നമ്മൾ സ്കോട്ട്ലൻഡിലെ ഫസ്റ്റ് ഡേ ആണ്. ഇതാണ് നമ്മളെ റെൻ്റ് എടുത്ത വണ്ടി. കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഹാരി പോട്ടർ ട്രെയിൻ സ്റ്റേഷൻ കാണണം. പിന്നെ ആ പോകുന്ന വഴിക്ക് കുറച്ച് വ്യൂ പോയിന്റ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൈക്കേ വെച്ചില്ല വെക്കാം. ഓൾറൈറ്റ്, എയർപോർട്ടിലേക്ക് 7 മിനിറ്റ് ദൂരമേ ഉള്ളൂ. പക്ഷെ മോട്ടോർവേ എടുത്തിട്ട് ഇതിൽ ഞാൻ ടാക്സിക്കാണ് വരുന്നത്. മോട്ടോർവേ എടുത്തപ്പോഴത്തേനും കാണിക്കുന്ന 17-18 മിനിറ്റ്. അപ്പൊ അയാൾ തന്നെ എന്നോട് പറഞ്ഞു നമുക്ക് ഓൾഡ് എയർപോർട്ട്. ഞാൻ പറഞ്ഞു ഈ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അതാണ് പെട്ടെന്ന് എത്തും. ഈ മോട്ടോർവേ സ്പീഡ് കിട്ടാൻ വേണ്ടി എടുത്താൽ അത് ഫുൾ ടൈം തിരക്കായിരിക്കും. അമ്മൂമ്മനെ വിളിച്ചോട്ടെ, അമ്മേനൊന്നും അല്ല കേട്ടോ. ശരിയാണ്. എന്റെ ലിപ്സ്റ്റിക് ഇഷ്ടപ്പെട്ടില്ല. നല്ല രസമുണ്ട്. നല്ല ആ ആട്ടുംകുട്ടികളെ കണ്ടോ? വല്ലപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടിയും ടൈം കണ്ടെത്തണം. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയ ടൈമാണിത്. ഒരുപാട് ഡ്യൂട്ടി സ്ട്രെസ്സിനിടയിലും ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്. ഒരാൾ അയർലൻഡിലാണ്, ഒരാൾ നോർത്ത് വെസ്റ്റിലാണ്, ഞാനിവിടെയാണ്, ലൈക്ക് ഇംഗ്ലണ്ടിലാണ്. ആ ഡ്യൂട്ടിയുടെ സ്ട്രെസ്സിനൊക്കെ ഇടയിലും നമ്മളെങ്ങനെയൊക്കെ ഒരു 2 to 3 ഡേയ്സ് കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു സ്റ്റേക്കേഷൻ ഓക്കെ നമുക്ക് അങ്ങനെ പറയാം. സ്റ്റേക്കേഷനൊക്കെ പോകുമ്പം നമ്മുടെ മൈൻഡ് മാത്രമല്ല നമ്മുടെ ബോഡിയും കുറേ റിലാക്സ്ഡ് ആവും. വരല്ലേ എങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നുണ്ട്. ഞാൻ മൈക്ക് വെച്ചില്ലടി.
മലയിലെത്തുമ്പോൾ എന്തുവാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് നല്ലോണം വണ്ടി ഓടിക്കാൻ അറിയാം. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അതൊരു വണ്ടി വരുന്നു. അവര് നിർത്തണം. നമ്മളെ മെയിനോട്ട് കൂടെ പോകുന്നതൊന്നും അറിയത്തില്ല. വണ്ടിക്കകത്ത് ആദ്യം നിയമം പഠിക്കുന്നിട്ട് വന്നിരിക്കും. പിന്നെ അങ്ങനെയാണെങ്കിൽ വണ്ടിയും ഓടിച്ചാൽ പോരെ. കാലമിന്നോ മൗനമല്ലേ മൗനം പാടും. എനിക്ക് സവാരി നടത്തണമായിരുന്നു. കുതിര മറ്റേ ഇക്കിളി എടുത്ത് താഴെ ഇറക്കണം. പക്ഷെ അവള് സുന്ദരി. അതാ കുതിരവാല പോലത്തെ മുടി എന്നൊക്കെ പറയുന്നത്. അതെ പോണ ആജി കൃഷ്ണ. ഞാൻ എന്തേലും വീഡിയോ എടുത്തുണ്ട് വണ്ടിക്കകത്ത് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നെയൊക്കെ. അതാണ് പ്രശ്നം. ഇപ്പോൾ കാണിക്കുന്നത് അവളുടെ ഡ്രൈവിംഗ് സ്കില്ല് ഞങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു വ്യഗ്രതയാണ്. നമ്മൾ ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് കാണിച്ചു തരത്തില്ലേ, ഇത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഇവൾ ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ലൈക്ക് അവൾ ഡ്രൈവ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഡ്യൂട്ടിക്ക് മൊത്തമൊക്കെ. അപ്പം നമ്മളുടെ കൂട്ടത്തിൽ ഫസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഇവളാണ്. അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യും, ആർക്കെങ്കിലും ഡ്രൈവിങ് ആരെങ്കിലും നമുക്ക് അങ്ങനെ പോകാമായിരുന്നു ഇങ്ങനെ പോകായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോ ഓഫ് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്ത് ബാക്കിയൊക്കെ നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, അപ്പോൾ ഫുള്ള് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലല്ലോ. കുറേയൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുന്നുണ്ട്. ഞാൻ വീടൊക്കെ ഞങ്ങൾ വീടെടുത്തിട്ട് നിങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പം അവിടെ പിന്നെ മൊത്തം മലയും കുന്നുകളാണ്. നിങ്ങൾക്ക് എല്ലാ മലയിലും നല്ല ഭംഗിയുള്ള റോഡ്. എനിക്കൊരു ചായ വേണം. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ക്യാപ്പിച്ചീനോ കുടിക്കാൻ തോന്നുന്നു. നേരെ ബാംഗ്ലൂർ. ഞങ്ങൾ ആ പ്രാചീനമായ നഗരത്തിലൂടെ ഞങ്ങളുടെ വണ്ടി ഉരുട്ടി നടന്നു. ഞാൻ ഇന്നത്തെ തുപ്പ തുടങ്ങി. പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല നല്ല സ്ഥലം ഉണ്ടായിരുന്നു. അതിലൊരു സ്ഥലത്ത് നമ്മൾ ചുമ്മാ നിർത്തി. കുറേ നേരമായില്ല അവൾ ഡ്രൈവ് ചെയ്യുന്നത്. അവൾ മീൻസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലല്ലോ. അപ്പോൾ അവൾ ആ ഒറ്റ ഡ്രൈവല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ച് റിലാക്സ്ഡ് ആവാൻ വേണ്ടി കുറച്ച് നിർത്തി. പിന്നെ മൈക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് ഓണാക്കാൻ ഞാൻ മറന്നു തോന്നുന്നു. അത് വോയിസ് കേൾക്കുന്നില്ല. അതാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത്. കുറച്ച് അവിടുന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. നമ്മളിവിടെ ഒരു സ്ഥലത്ത് നിർത്തി. ഇതേതാ സ്ഥലം ഒന്നും അറിയില്ല. വരുന്ന വഴിക്ക് ഒരു നല്ലൊരു എന്തോ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ലോഷ് ലപ്നേക്കോ അങ്ങനെ എന്തോ ആണ് എൻ്റെ പേര് വരുന്നത്. എനിവേ നല്ല ഭംഗിയായിട്ട് കാണാൻ. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കുറേ ട്രീസുമായിട്ട് പിന്നെ തടാകമായിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ഇതിലോട്ടൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ. സുന ഇറങ്ങുന്നില്ല. ഇത് നമ്മൾ ഐറ്റിനറിയിൽ ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷെ വരുന്ന വഴിക്ക് കണ്ടപ്പോൾ ഫെൽറ്റ് ഇറ്റ് നൈസ്. അങ്ങനെ വന്ന് എവിടെ നല്ല സ്ഥലം കണ്ടാലും അവിടെ ഇറങ്ങും. ഇത് കണ്ണുണ്ടോ? എന്റെ ലിപ്സ്റ്റിക് പോയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇവരുടെ പ്രോപ്പർട്ടിയാണോ മറ്റേ പ്രോപ്പർട്ടിയാണോ? ഇവിടെ ഇങ്ങോട്ട് പോകാൻ പാടില്ലേ? അപ്പൊ മറ്റേ മേക്കപ്പ് പോകത്തില്ല. ഒട്ടകങ്ങൾ വരിവരിയായി പോകുന്നത് പാട്ട് വരാത്ത അത് എനിക്കറിയാൻ നല്ല ഭംഗിയാ. കുത്തടി കുടവ കുത്തടി ചിറ്റാം ചിക്കാം ചീരിപ്പെണ്ണെ ചിക്ക ചിക്കാ.
എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടോ നിങ്ങള്? എന്ത് രസാ ഇതൊക്കെ നമ്മൾ ശരിക്കും കാണണ്ടല്ലേ. നല്ല ഭംഗിയുണ്ട്. പോമകേ നിക്ക്. നല്ല രസം. നീ ഇവിടെ വരുന്നത് my god. അവര് മാനസില്ലാന്ന് വിചാരിക്കും. എന്ത് മഞ്ഞാ അറിയോ? അഞ്ചിന്റെ കാണില്ല. അവിടെ മറ്റേ ഇതുണ്ട്. ഷൂ നഞ്ഞ വേറെ ഉണ്ടോ ഉടനെ? ഞങ്ങളിപ്പോ ഉള്ളത് ത്രീ സിസ്റ്റേഴ്സ് വ്യൂസിനടുത്തുള്ള കല്ലെറിയില്ലേ, നമ്മള് ചുമ്മാ ഇങ്ങനെ കല്ലെറിഞ്ഞ് കളിക്കാം. This is amazing. You might. എന്റെ ഫുള്ള് ഞാൻ 360 ഡിഗ്രി തിരിഞ്ഞാലും ഫുള്ള് മലയാ. നല്ല ഭംഗിയുണ്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. നിങ്ങളുടെ കുടുംബക്കാരെ ഒഴിവാക്കിട്ട് എവിടോ പോകുന്നുണ്ട്. നല്ല രസമുണ്ട്. എന്ത് ഭംഗിയാന്നറിയ. ഇത് ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ ഇതാണ് മക്കളെ സ്വർഗം. ഇതാണ് ലിസ്റ്റ് അടിച്ച് ഞാൻ വന്ന് ഇവിടെ എത്ര നല്ല മനുഷ്യരാന്നറിയോ. ഇവിടെ വന്നിട്ട് എനിക്കറിയില്ല ഞാൻ തിന്നുന്നത് ബിസ്ക്കറ്റോ വേഗമല്ല ചിത്ര. പക്ഷെ എനിക്കിഷ്ടാ ഭയങ്കര. നല്ല ഇതാണ്. It's nice. My God. ഞങ്ങൾ വിചാരിച്ച സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. സ്കോട്ട്ലാൻഡിലെ ഞങ്ങളുടെ സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.